സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ആദിവചനമേ, നമ്മുടെ കർത്താവിൻ്റെ വലിയ വാഗ്ദാനമായ പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴത്തേത്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഓർമ്മപ്പെടുത്തിയത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവർ യെരുശലേം വിട്ടു പോകരുത് എന്നും എന്നിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുള്ള പിതാവിൻ്റെ വാഗ്ദാനത്തിനായി അവിടെ വസിക്കണമെന്നും താൻ അവരോട് കൽപ്പിച്ചു എന്ന്. കർത്താവ് അവർക്ക് നൽകിയ വാഗ്ദാനത്തെ പ്രാപിക്കാനായിട്ട് നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത്, അവിടെ തന്നെ പാർക്കണം എന്ന് കർത്താവ് കൽപ്പിച്ച്, അതുകൊണ്ട് ശിഷ്യന്മാർ അതിനു വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒന്നിനു വേണ്ടി കാത്തിരിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ട ഒന്നാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം മറ്റൊരു ഭാഗത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് വളരെ വളരെ ശ്രദ്ധേയമായിട്ടാണ്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൽ എന്തിനു വേണ്ടി നാം കാത്തിരിക്കണം, എന്തുകൊണ്ട് നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെ വളരെ സുവ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. 11-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: സ്വന്തം മകൻ തന്നോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് നീട്ടിക്കൊടുക്കുകയും, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുകയും, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയും ചെയ്യുന്ന പിതാവായി നിങ്ങളിൽ ആരുണ്ട്? തിന്മപ്പെട്ടവരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരപ്പനോട് മക്കൾ അപ്പം ചോദിച്ച, ഒരു മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ പകരം കല്ലെടുത്ത് കൊടുക്കുന്ന അപ്പനുണ്ടോ? മീൻ ചോദിച്ചാൽ അതിന് പകരം പാമ്പിനെ പിടിച്ചു കൊടുക്കുന്ന അപ്പനുണ്ടോ? മുട്ട ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കുന്ന അപ്പനുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ ചുണ്ണാമ്പ് കല്ലുകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നത് വെളിച്ചത്തിൽ തിളങ്ങുന്നത് കാണുമ്പോൾ അപ്പം പോലെ ഇരിക്കും. അതെടുത്ത് കൊടുത്താൽ ചിലപ്പോൾ കുട്ടികളെ പറ്റിക്കാൻ പറ്റും. പക്ഷേ കല്ലും അപ്പവും രണ്ടും ഡിഫറൻ്റാണ്. ഒരു അപ്പൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതാണ്. പലപ്പോഴും അപ്പന്മാരുടെ ജീവിതം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതാണ് അപ്പന്മാരുടെ സന്തോഷം. പലരുടെയും മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സങ്കടം കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അപ്പത്തെ കർത്താവ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ അപ്പം, ഇങ്ങനെ ചോദിക്കുന്ന ഈ അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക? ഈ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നമ്മളെ ശാരീരികമായിട്ട് നമ്മളെ വളർത്തുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ ശാരീരികമായി വളർത്തുന്നതിന് മാത്രമേ ഈ ഭൂമിയിലുള്ള ഏതൊരു അപ്പത്തിനും കഴിയത്തുള്ളൂ. അപ്പം മനുഷ്യൻ്റെ ശരീരത്തെ വളർത്തുന്നു. പക്ഷെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരീരമാണോ? ഒരു വ്യക്തിയെ നമ്മൾ ആദരിക്കുന്നത്, മറ്റൊരു വ്യക്തി ആദരിക്കുന്നവൻ്റെ ശരീരത്തിൻ്റെ വലിപ്പവും ശ്രേഷ്ഠതയും കണ്ടിട്ടാണോ? ഒരു വ്യക്തിക്കോട് നമുക്ക് ബഹുമാനം തോന്നുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? നേരെ മറിച്ച് വ്യക്തിത്വം എന്ന് പറയുന്നത് ശരീരമല്ല, അവൻ്റെ ഉള്ളിലെ ആന്തരിക മനുഷ്യനാണ്. ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ആഹാരമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. അതുകൊണ്ട് കർത്താവിയുടെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ്: ഒരു അപ്പൻ്റെ അടുക്കൽ വന്ന് അപ്പം ചോദിക്കുന്ന മകന് കല്ലെടുത്ത് കൊടുക്കുമോ? മീനിനെ ചോദിക്കുന്ന മകന് പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിക്കുന്നവന് തേളിനെ കൊടുക്കുമോ? ഇതൊക്കെ ഭൗതികമായിട്ട് ശാരീരികമായിട്ട് വളർത്തുന്ന കാര്യങ്ങളാണ്. എന്നാൽ എന്താണ് നമ്മൾ ചോദിക്കേണ്ടതെന്ന് കർത്താവ് അവിടെ പറയുന്നു. അതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തിന്മപ്പെട്ടവരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും. പിതാവിനോട് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? പിതാവിനോട് നമ്മൾ ചോദിക്കേണ്ട യഥാർത്ഥ അപ്പം എന്താണ്? അത് പരിശുദ്ധ റൂഹായാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധ റൂഹ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധ റൂഹ നമ്മെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ഭൗതിക ശരീരത്തെയല്ല, ഉള്ളിലെ ആത്മാവിനെയാണ്. ഈ കാര്യം കർത്താവ് അവതരിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമായ വിധത്തിലാണ്.
ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം ആരംഭിക്കുന്നത് തന്നെ തൻ്റെ ശിഷ്യന്മാർ അടുത്ത് വന്നിട്ട് കർത്താവിനോട് ഇങ്ങനെ പറയുകയാണ്. എന്താണെന്നറിയാമോ? 11 അധ്യായം 1 മുതലുള്ള ഭാഗം ഇങ്ങനെയാണ്: താൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ അടുത്ത് വന്ന് തന്നോട്, യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവിനോട് ശിഷ്യന്മാർ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവരോട്, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവരെ പഠിപ്പിക്കുക. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവരെ പഠിപ്പിച്ചിട്ട്, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ പ്രാർത്ഥിക്കാൻ നല്ല കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഈ വിധം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് പഠിപ്പിച്ച ഏറ്റവും ആദരണീയമായ കർത്തൃപ്രാർത്ഥന അവരെ പഠിപ്പിച്ച ശേഷം ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ്. ആ പ്രാർത്ഥനയുടെ സെൻറ്ററിൽ വരുന്ന ഒരു ഭാഗം, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം അല്ലെങ്കിൽ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ തുടർന്ന് കർത്താവ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള വിധത്തിലാണ് കർത്താവ് കൊടുക്കുന്നത്. പിന്നെ കർത്താവ് അതിന് കൊടുക്കുന്ന 5 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് കൊടുക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്: നിങ്ങളിൽ ആർക്കാണോ ഒരു സ്നേഹിതനുള്ളവൻ, അവൻ പാതിരാത്രിയിൽ വന്ന് അവനോട്, എൻ്റെ സ്നേഹിത എനിക്ക് 3 അപ്പം തരണമേ, വഴിയാത്രയിൽ ഒരു സ്നേഹിതൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, അയാൾക്ക് വിളമ്പുവാൻ എൻ്റെ കൈവശം ഒന്നുമില്ല എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ സഹോദരൻ അകത്തു നിന്ന്, നീ എന്നെ ശല്യപ്പെടുത്തരുത്, ഇതാ വാതിൽ അടയ്ക്കപ്പെട്ടു പോയി, എൻ്റെ മക്കളും എന്നോടൊരുമിച്ച് കട്ടിലിൽ കിടക്കുന്നു, എഴുന്നേറ്റ് നിനക്ക് തരുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്നേഹം നിമിത്തം അവന് കൊടുക്കിയില്ലെങ്കിലും അവൻ്റെ നിർബന്ധം കൊണ്ട് എഴുന്നേറ്റ് അവന് ആവശ്യമായുള്ളവ കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്കായി തുറക്കും. യാചിക്കുന്ന ഏവനും പ്രാപിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യും എന്ന് കർത്താവ് പറയാം. ഈ വാക്യങ്ങളെ കർത്താവ് പറഞ്ഞിട്ടാണ് ഈ വാക്യം അവതരിപ്പിക്കുന്നത്. എന്താണ് നമ്മൾ യാചിക്കേണ്ടതെന്ന്? അതായത് ഒരു സ്നേഹിതൻ 2 വിധത്തിലാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമ്മൾ യാചിക്കുന്നതായിട്ട് കർത്താവ് ഓർമ്മിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ അന്നന്നത്തെ അപ്പമായിട്ട് നമ്മൾ പരിശുദ്ധ റൂഹായെ ചോദിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും സത്യത്തിൽ വഴി നടത്തുന്ന, സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന, ഓരോ ദിവസവും വഴി നടത്തുന്നതിനുള്ള കൃപയായിട്ട് നമ്മൾ പരിശുദ്ധ റൂഹായെ നമ്മൾ ചോദിക്കണം. അന്നന്നത്തെ ആഹാരമായി ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി നമ്മൾ കാത്തിരിക്കണം. പരിശുദ്ധ റൂഹായാൽ എന്നും നിറയപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇതാണ് അന്നന്നത്തെ അപ്പം എന്തെന്ന് പറയും. രണ്ടാമത്തെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്, മറ്റ് പുറത്ത് ഇരുട്ടിൽ നിൽക്കുന്ന ഒരു സ്നേഹിതൻ ചോദിക്കുകയാണ്, എനിക്ക് 3 അപ്പം തരണം. ഇവിടെ കർത്താവ് തന്നെ അപ്പമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇവിടെ 3 അപ്പം എന്ന് വെച്ചാൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും പറ്റിയുള്ള അവബോധം, ആ ജ്ഞാനമാണ് നിത്യജീവനിലേക്ക് ഒരുവന് ജീവൻ നൽകുന്നതായിട്ടുള്ള അപ്പം. ഈ 3 അപ്പം അവനോട് ചോദിക്കുകയാണ്. ഇങ്ങനെ മറ്റൊരു സഹോദരന് കൊടുക്കാൻ പറ്റുന്ന, മറ്റൊരുവനെ സൽക്കരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ഈ ദൈവത്തെ പറ്റിയുള്ള ഈ ബോധ്യമാണ്. ഈ ആത്മാവിൻ്റെ ഈ വലിയ ദാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആയി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നേടണം. പ്രിയമുള്ളവരെ, അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കിടെ നിറവിനുള്ള അപ്പവും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അപ്പവുമായിട്ട് ഇവിടെ സ്വർഗത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് എത്രയധികം നൽകുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഈ പരിശുദ്ധ റൂഹായെ നമ്മൾ ശക്തിയായി പ്രാപിക്കുവാൻ, നേടുവാൻ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇങ്ങനെയാണ്. എന്താണ്? അവൻ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ദൈവവചനം പറയുകയാണ്. ലിവിങ് സോൾ, ജീവനുള്ള ദേഹി നമ്മുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവ് നിറഞ്ഞിട്ട് മനുഷ്യൻ എന്താണ്? ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ശരീരമായിട്ട് ഈ ഭൂമി ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ
ഇന്ന് പാപം അവൻ്റെ മേളിൽ വാണതോടുകൂടി എന്താണ് മനുഷ്യനെ ഇന്ന് നയിക്കുന്ന, അവന് ആത്മാവുണ്ടെന്നുള്ളൊരു ബോധ്യം പോലും ഇല്ലാതെ അവനെ നയിക്കുന്നത് ശരീരമാണ്. ശരീരത്തിൻ്റെ മോഹങ്ങളും ദാഹങ്ങളും മനുഷ്യനെ നിയന്ത്രിക്കുകയും മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുകയും ചെയ്യുക. മനുഷ്യനാ എന്ന് പറയുന്നത് ഇന്ന് ശരീരത്തിൻ്റെ മോഹങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ ജഡത്തിൻ്റെ ഈ ആധിപത്യം ദുർഭരണത്തിൽ നിന്ന് ആത്മാവിൻ്റെ ഭരണത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള ആ അവസ്ഥയിലേക്ക് ഉള്ള സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന റോമാലേഖനം അതിൻ്റെ 6-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനത്തിൽ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരോട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുപോലെ നിങ്ങളും പാപത്തിന് മരിച്ചവരാകുന്നുവെന്നും നമ്മുടെ കർത്താവായ യേശു മിശിഹ മൂലം ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും സ്വയം കരുതണം. ആകയാൽ പാപം നിങ്ങളുടെ മൃതിയുള്ള ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി ഭരണം നടത്തരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുള്ള ആയുധങ്ങളായി പാപത്തിന് ഒരുക്കരുത്. നിങ്ങൾ മരിച്ചവരിൽ നിന്നും ജീവിച്ചവരെ പോലെ നിങ്ങളെ തന്നെ ദൈവത്തിനായി ഒരുക്കിക്കൊള്ളണം. നിങ്ങളുടെ അവയവങ്ങൾ ദൈവത്തിൻ്റെ നീതിക്ക് ആയുധമായി തീരണം. ഇതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഈ ആത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ ശരീരത്തിൻ്റെ മോഹങ്ങളെയെല്ലാം മറന്നിട്ട് അതിനെ വിട്ടിട്ട് അതിൻ്റെ മുകളിൽ ആത്മാവിന് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ശരീരത്തിന് മരിച്ചവരാകുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. പാപത്തിന് നിങ്ങൾ മരിച്ചവരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യേശു മിശിഹ മൂലം നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നവരാക്കി ഈ ആത്മാവ് നമ്മെ മാറ്റുന്നു. അതുകൊണ്ട് ഇനി പാപത്തിൻ്റെ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കരുത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. എങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നിങ്ങളുടെ അവയവങ്ങൾ ദൈവത്തിൻ്റെ നീതിക്ക് ആയുധമായി തീരണം. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കാനുള്ള ഉപകരണമാണ് ഞാൻ, എൻ്റെ ശരീരം, എൻ്റെ ജീവിതം എന്ന് ഓരോരുത്തരും ബോധ്യം നൽകുന്നതാണ് ഈ ആത്മാവ്. പ്രിയമുള്ളവർ, നമുക്കറിയാം, നമ്മൾ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ആഹാരം കഴിക്കാത്തവർക്ക് ഒന്നും ചെയ്യാൻ ഉന്മേഷമില്ല. അവർ തളർന്ന് കട്ടിലേക്ക് കിടക്കും, അവർ ബലഹീനരാകും. ആഹാരം കഴിച്ച് കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് അവൻ പ്രവർത്തിക്കാൻ കരുത്ത് നേടുന്നു. എന്നതുപോലെ ഈ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഹാരം പോലെ, പാനീയം പോലെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് ആത്മീയമായ പ്രവർത്തനങ്ങൾക്കുള്ള ശക്തി നൽകുന്നു. മൃതയായിട്ട് കിടക്കുകയല്ല, ആത്മാവ് ജീവിച്ചെഴുന്നേറ്റ് ദൈവത്തിൻ്റെ ജീവനുള്ള ആയുധമായി, നീതിയുടെ ആയുധമായി നമ്മളെ തന്നെ അതാക്കി തീർക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം 13-14 തിരുവചനത്തിൽ പറയുന്നു, എന്തെന്നാൽ ജഡീകമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കേണ്ടി വരും. ജഡത്തിൻ്റെ നടപടികളെ ആത്മാവ് നിർജ്ജീവമാക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഈ ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മുടെ ജഡത്തിൻ്റെ നടപടികളെ നമ്മൾ നിർജ്ജീവമാക്കുന്നുവെങ്കിൽ, ആത്മാവിനെ നമ്മൾ നേടുന്ന ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയില്ല, ആധ്യാത്മിക സമ്പന്നതയ്ക്ക് വേണ്ടിയതാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നമ്മൾ ആത്മീയമായി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ആത്മീക ശരീരത്തിൻ്റെ നടപടികളെ, ജഡത്തിൻ്റെ നടപടികളെ ആത്മാവ് നിർജ്ജീവമാക്കുന്നുവെങ്കിൽ നമ്മൾ ജീവിക്കും. ഈ ജഡത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ബോധം, നമ്മുടെ ദർശനം ഈ ഭൗതികതയെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എങ്കിൽ നമ്മൾ മരിക്കും. നമ്മുടെ ജീവിതം ഇതോടെ ഇല്ലാതാവും. നിത്യതയെപ്പറ്റിയുള്ള ബോധ്യത്തോടെ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഈ ആത്മാവ് നമ്മെ വിളിക്കുകയാണ്, നമ്മളെ ഉണർത്തുകയാണ്, നിത്യതയുടെ ബോധത്തിലേക്ക് നമ്മെ ഉണർത്തുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ജീവിക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഗലാത്യ ലേഖനം അതിൻ്റെ 2:20 പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തന്നെപ്പറ്റി ഇങ്ങനെ പറയുകയാണ്, യേശു മശിഹായോടുകൂടെ ഞാൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല, മശിഹ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ നൽകുകയും ചെയ്തവനായ ദൈവപുത്രനിലുള്ള വിശ്വാസത്താലാണ്. ഇതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. തന്നെ പറ്റി പറയുന്നു. അതായത് മശിഹായുടെ ശരീരം
മശിഹായോട് കൂടെ മശിഹ എനിക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ അവന് വേണ്ടി ഞാൻ കുരിശിക്ക് തറയ്ക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പാപമോഹങ്ങളെല്ലാം ഞാൻ കുരിശിൽ തറച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, നേരെ മറിച്ച് ജീവിക്കുന്ന ആരാണ്? യേശുക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്തിനു വേണ്ടി? അവന് വേണ്ടിയാണ്. ആ ദൈവപുത്രനെ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ നൽകുകയും ചെയ്തുള്ള ദൈവപുത്രനുള്ള വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്. പ്രിയമുള്ളവരെ, ആത്മാവിലുള്ള ജീവിതം നമുക്ക് വേണ്ടിയുള്ള ജീവിതമല്ല, ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതമാണ്, അവന് വേണ്ടിയുള്ള ജീവിതമാണ്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുന്നത്, ഒരു വ്യക്തിക്ക് വിലയുണ്ടാക്കുന്നത്, ഒരു വ്യക്തിയെ വീണ്ടും ലോകം മാനിക്കുന്ന അവസ്ഥയിലേക്കാണ്, സ്വർഗം നമ്മെ മാനിക്കുന്ന അവസ്ഥയിലേക്കാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ജഡികമായതിനൊക്കെ നിസ്സാരമായി കാണുവാൻ, സ്വർഗീയമായതിനെ ശ്രേഷ്ഠമായി കാണുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഈ സ്വർഗീയാത്മാവ് പ്രാപിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ആ വിശ്വാസം മൂലം മശിഹായെയും തൻ്റെ പുനരുദ്ധാന ശക്തിയും തിരിച്ചറിയുവാനും തൻ്റെ കഷ്ടതകളിൽ സംബന്ധിയായി തൻ്റെ മരണത്തോട് സാദൃശ്യപ്പെടുവാനുമായി തന്നെ പ്രതി സകലത്തെയും നഷ്ടപ്പെടുത്തുകയും ചവറായി ഗണിക്കുകയും ചെയ്യുന്നു. തന്നെ പ്രതി സകലത്തെയും ചവറായി ഗണിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. മശിഹായെ പ്രതി സകലതും നഷ്ടപ്പെടുത്താൻ, എല്ലാത്തിനും ശ്രേഷ്ഠവും ഉന്നതവുമായത് ഈ ആത്മാവാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ ശക്തി ഈ ആത്മാവിലൂടെ പരിശുദ്ധനായ പൗലോസ്ലീഹ പ്രാപിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പ്രാപിക്കുകയാണ്. ഈ നേട്ടമാണ്, ഈ ഒരു യോഗ്യതയാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിശുദ്ധ റൂഹായ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഒന്നാമത്തതും ഏറ്റവും ശ്രേഷ്ഠവുമായ കാര്യം, നമുക്ക് സ്വയം നമ്മുടെ ശരീരത്തിൽ തന്നെ ആത്മീയതയ്ക്ക് വേണ്ടി, ദൈവിക കാര്യത്തിന് വേണ്ടി, സ്വർഗീയമായ കാര്യത്തിന് വേണ്ടി ജീവിക്കാനുള്ളൊരു ശക്തി അത് നമുക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കാനുള്ള ഒരു ആയുധമായി നമ്മെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു. പാപത്തിൻ്റെ മേൽ നമ്മൾ പാപത്തിന് മരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായിത്തീരുന്നു എന്നുള്ളതാണ് ഈ ആത്മീയാഹാരം നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഈ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നമ്മെ തന്നെ ശക്തിപ്പെടുത്തണം. ഈ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ ശക്തി ഉണ്ടാകുക മാത്രമല്ല, ഈ ആത്മാവ് നമുക്ക് നൽകുന്നത് സകല തിന്മകളുടെ മേലിലുള്ള ആധിപത്യവും ജയമാണ്. സകല തിന്മകളുടെ മേലുള്ള ആധിപത്യം ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: ഇതാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സർവ്വശക്തിയും ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാച് നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, പിന്നെയോ സ്വർഗത്തിൽ നിങ്ങളുടെ നാമങ്ങൾ എഴുതപ്പെട്ട് കഴിഞ്ഞു എന്നതിൽ നിങ്ങൾ സന്തോഷിപ്പിൻ എന്ന് പറയുകയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സർവ്വശക്തിയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ദൈവീകമായ അധികാരം എന്ന് പറയുന്നത് പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങൾക്കും, പിശാചിൻ്റെ എല്ലാ അധികാരങ്ങൾക്കും മേളിൽ, അവൻ്റെ എല്ലാ ശക്തികൾക്കും മേളിലുള്ള അധികാരമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മാവ് ഈ ഭൗതികമായ ഇതിലല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വളരെ ശക്തരാക്കി തീർക്കുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മെ സന്തോഷിപ്പിക്കേണ്ടത് നിത്യതയിൽ നമ്മുടെ പേരെഴുതപ്പെടുന്നു എന്നുള്ളതിലാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിധത്തിൽ പിശാചിൻ്റെ മേളിൽ, സാത്താന്യ ശക്തികളുടെ മേളിൽ അധികാരം നേടിയതായിട്ടുള്ള പൗലോസ്ലീഹായുടെ ജീവിതത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 16-ാം അധ്യായത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ പ്രാർത്ഥനാ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഭാവി പറയുന്ന പൈശാചികാത്മാവുള്ളവളും ലക്ഷണം പറച്ചിലിൻ്റെ ജോലി കൊണ്ട് അവളുടെ യജമാനന്മാർക്ക് വളരെ ആദായം വരുത്തിക്കൊണ്ടിരുന്നതുമായ ഒരു യുവതി ഞങ്ങൾക്ക് നേരെ വന്നു. അവൾ പൗലോസിൻ്റെ പിന്നാലെ വന്നു. ഇവർ മഹോന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഇവർ ദൈവത്തിൻ്റെ മാർഗം നിങ്ങളെ അറിയിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ പൗലോസിൻ്റെയും അതേപോലെ ലൂക്കോസിൻ്റെയും പിന്നാലെ വന്ന് വളരെ ശക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയിൽ പിശാചിൻ്റെ ആത്മാവ്
ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ അവൾ ചെയ്തുകൊണ്ടിരുന്നു. പൗലോസിന് നീരസമുണ്ടായി. അദ്ദേഹം ആത്മാവിനോട്, നീ അവളിൽ നിന്ന് ഒഴിഞ്ഞു പോകുക എന്ന് യേശുമിശിഹായുടെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതേ നിമിഷം തന്നെ അത് അവളെ വിട്ടുപോയി എന്ന് പറയുകയാണ്. ആത്മാവിന് ശക്തി പ്രാപിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത, അദ്ദേഹം പറയുമ്പോൾ അതേ നിമിഷം തന്നെ പിശാച് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നാണ്. പിശാചിൻ്റെ മേലിൽ കർത്താവ് നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മാവിനെ നമ്മൾ നേടേണ്ടത്, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് ശക്തി നൽകുന്ന ഭൗതികമായ പല സ്വർഗീയമായ അപ്പമായ ആത്മാവാണ്. അതിനുവേണ്ടി കാത്തിരിക്കാനാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇനി എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ കർത്താവിലും അവിടുത്തെ ശക്തിയിൽ ബലത്തിലും നിങ്ങൾ ശക്തിയുള്ളവരാകുവിൻ. ആകൽ കറൂസായുടെ സർവ്വതന്ത്രങ്ങൾക്കും എതിരായി നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിപ്പീൻ. ഇതാണ് ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഭൗതികമായ കാര്യങ്ങളാൽ നമ്മൾ ശക്തിപ്പെടണമെന്നല്ല, ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നല്ല, ഈ ഭൂമിയുടെ അപ്പങ്ങൾ ഉണ്ടാകണമെന്നല്ല. നേരെ മറിച്ച് ദൈവവചനം നമ്മളോട് പറയുന്നു, നമ്മുടെ കർത്താവിലും അവൻ്റെ ശക്തിയിലും ബലപ്പെടുവിൻ. ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ബലപ്പെടണം, നമ്മുടെ കർത്താവിൽ നമ്മൾ ബലപ്പെടണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകൽ കറൂസായുടെ സർവ്വതന്ത്രങ്ങൾക്ക് എതിരായി നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കുക. ഇങ്ങനെ പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങൾക്കും എതിരെ നിന്ന് പിശാചിനെതിരെ യുദ്ധം ചെയ്യുവാനുള്ള ഒരു സേനാനായകനായി, ഒരു സൈന്യാധിപനായി, ഒരു പട്ടാളക്കാരനായി നമ്മളെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ വിശുദ്ധിയുടെ ആയുധങ്ങളെ, സർവായുധ വർഗത്തെ നാം നമ്മുടെ ജീവിതത്തിൽ ധരിക്കണം. പിശാചിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഒരുവൻ ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പിശാചിൻ്റെ എല്ലാ ശക്തികൾക്കും മേൽ അവൻ നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. അതിൻ്റെ മേൽ അവൻ നമുക്ക് ജയം നൽകിയിരിക്കുന്നു. 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, മക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, നിങ്ങൾ അവരെ ജയിച്ചുമിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിലുള്ളവർ ലോകത്തിലുള്ളവരേക്കാൾ വലിയവനാകുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവരേക്കാൾ വലിയവരാകുന്നു. ഈ ലോകത്തിലെ ഏത് പ്രതിസന്ധികളുടെ മേലും നേർക്ക് നിൽക്കാൻ നമുക്കിത് ശക്തി നൽകുന്നതാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവ്. കാരണം നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിൻ്റെ ഏതു ശക്തിയേക്കാൾ നമുക്ക് ബലം നൽകുന്ന, നമുക്ക് ശക്തി നൽകുന്നതാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിലുള്ള ഏതിനേക്കാൾ, നമുക്ക് ഈ ലോകത്തിലുള്ളതിനേക്കാൾ നമുക്ക് ശക്തി നൽകുന്നതാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആത്മാവിനെ നമ്മൾ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ആത്മാവിനെ ചോദിക്കേണ്ടത് ഒന്നാമത്തെ ആവശ്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്കിടെ ആത്മീയമായതിനെ നമ്മൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മളെ സ്വയം, നമ്മുടെ ആ ശരീരത്തെ ശക്തിപ്പെടുത്തിയല്ല, നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ കണ്ടു, നമ്മൾ ആത്മാവിനെ ചോദിക്കേണ്ടത് എന്തിനാണ്? ഈ പിശാചിൻ്റെ എല്ലാ സർവ്വശക്തിയെയും അവൻ്റെ യുദ്ധത്തിൽ അവനെതിരെ സർവായുധ വർഗം പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. 1 പത്രോസ് 4 അതിൻ്റെ 10 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്നും പ്രാപിച്ച വരം മൂലം ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുടെ കാര്യസ്ഥന്മാരെന്ന പോലെ തൻ്റെ കൂട്ടുകാരന് ശുശ്രൂഷ ചെയ്യണം. നമ്മൾ ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരന് എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യണമെന്ന് പത്രോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ വരം മൂലം ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുടെ നല്ല കാര്യസ്ഥന്മാർക്ക് ചേരുന്നത് പോലെ എന്ത് ചെയ്യണം? കൂട്ടുകാർക്ക് ശുശ്രൂഷ ചെയ്യണം. എങ്ങനെ ശുശ്രൂഷ ചെയ്യണം എന്ന് തുടർന്ന് പറയുകയാണ്, പ്രസംഗിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ വചനം എന്നതുപോലെ പ്രസംഗിക്കണം. ശുശ്രൂഷ ചെയ്യുന്നവൻ ഏവനും ദൈവം അവന് പ്രദാനം ചെയ്ത ശക്തിയാൽ എന്നപോലെ ശുശ്രൂഷ ചെയ്യണം. നിങ്ങൾ പ്രവർത്തിക്കുന്ന സർവ്വകാര്യങ്ങളിലും യേശുമിശിഹാ മൂലം ദൈവനാമവും മഹത്വപ്പെടട്ടെ എന്ന് പറയുകയാണ്. നമ്മളെന്ത് ചെയ്യണം? ദൈവവചനത്തെ മറ്റുള്ളവരോട് പ്രസംഗിക്കണം. നമ്മൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ദൈവികമായ അപ്പത്തെ കൊടുക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായി നമ്മൾ മാറണം.
യേശുവിൻ നിത്യരക്ഷയുടെ തീരത്തേക്ക് മറ്റുള്ളവരെ ചേർത്ത് കൊടുക്കുന്ന വ്യക്തിത്വങ്ങളായി മാറണം. നിരന്തരം മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഒരുവൻ്റെ വാതിക്കൽ വന്ന് ഇരുട്ടിൽ നിന്ന് 3 അപ്പം ചോദിക്കുന്ന ഒരു സ്നേഹിതൻ്റെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് 3 അപ്പം തരണമെന്ന്. ഏതാണ് ഈ 3 അപ്പം? പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായും മറ്റൊരുവന് കൊടുക്കാൻ വേണ്ടി ചോദിച്ചു വാങ്ങുന്ന ഒരുവനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു എന്ന് ദൈവിക കൃപയെ മറ്റുള്ളവർക്ക് വേണ്ടി ചോദിച്ചു വാങ്ങണം. മറ്റുള്ളവർക്ക് അത് കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? ഒന്ന് ഇവിടെ പറയുകയാണ്, ദൈവവചനം മൂലം മറ്റുള്ളവർക്ക് വേണ്ടി. ഓരോരുത്തർക്ക് വിശ്വസ്തരായി, എന്താണ് ദൈവത്തിൻ്റെ വചനം എന്നതുപോലെ നമ്മൾ പ്രസംഗിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ വചനം എന്ന പോലെ പ്രസംഗിക്കുക. അതേപോലെ ശുശ്രൂഷിക്കുന്നവനെല്ലാം ദൈവം അവനെ പ്രദാനം ചെയ്തത് ശക്തിയാൽ എന്നതുപോലെ ശുശ്രൂഷിക്കുക. ശുശ്രൂഷയിലൂടെ, ദൈവവചന പ്രഘോഷണത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ നീതി എത്തിച്ചു കൊടുക്കുവാൻ തക്കവിധം നമുക്ക് ദൈവികമായ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയണം. നമ്മൾ ദൈവാത്മാവിനെ ചോദിക്കുവാൻ, സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിച്ചാൽ അവനെ എത്രയധികം തരും. നമ്മൾ ചോദിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇത് നമുക്ക് വേണ്ടി കൂടെ ചോദിക്കേണ്ട സമയമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള സമൂഹങ്ങൾക്ക് വേണ്ടി, നമുക്ക് ചുറ്റുമുള്ള എല്ലാ ദേശത്തിനും, നമ്മുടെ ദേശത്തിന് വേണ്ടി, ഈ ലോകത്തിന് മുഴുവനും വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആത്മാവിനെ ചോദിച്ചു വാങ്ങുവാനും അവർക്കെല്ലാം കൊടുക്കുവാനും പിശാചിൻ്റെ ശക്തികളെ നേരിടുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദിക്കുവാനുള്ള വലിയ അവസരമാണ് ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് തന്നിരിക്കുന്ന ഈ വാഗ്ദാനം പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. നിങ്ങൾ കർത്താവ് പ്രാർത്ഥനയിലൂടെ അവൻ ചോദിക്കുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് നിങ്ങൾ ചോദിച്ചാൽ അവൻ എത്രയധികം തരും. അവൻ സമൃദ്ധിയായി നമ്മെ തന്ന് നമ്മെ ശക്തീകരിക്കുന്ന, സകല ശക്തി സത്യത്തിൽ നമ്മെ വഴി നടത്തുന്ന ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുക എന്നുള്ള ബോധ്യത്തോടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ കാലഘട്ടത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ഈ വചന ശുശ്രൂഷ നമുക്ക് കാരണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.